ഇപ്പോൾ ഇവിടെ അരാഷ്ട്രീയവാദം സംബന്ധിച്ച കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അരാഷ്ട്രീയവാദവും കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴും കേരളത്തിലെ SFI ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ അല്ലാണ്ടും കുറച്ച് വിദ്യാർത്ഥികൾ ജെൻഡർ പൊളിറ്റിക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്, ഒരുപാട് നല്ല രീതിയിൽ. ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അതിനെപ്പറ്റി പോസിറ്റീവായുള്ള ചർച്ചകൾ ഉണ്ടാകുമ്പോഴും ഇപ്പുറത്തെ ഒരു പ്രബല വിഭാഗമുണ്ട്. ഇപ്പോൾ അവർ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ തന്നെ എതിർത്തുകൊണ്ടാണ്. അതിന് മഹാരാജാസ് കോളേജാണ് അതിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻറ്റുകൾ കേട്ട ഒരു കോളേജ് എന്ന് പറയുന്നത്. ഏറ്റവും പുരോഗമനപരമായിട്ടൊരു നിലപാടെടുത്തിട്ട് നെഗറ്റീവ് കമൻറ്റ് കേട്ട കോളേജാണ് മഹാരാജാസ് കോളേജ്. അപ്പോൾ ആ ജെൻഡർ പൊളിറ്റിക്സും കാര്യങ്ങളായിട്ടുള്ള സംഭവങ്ങളൊക്കെ SFI എങ്ങനെ അഡ്രസ്സ് ചെയ്യാനാണ് തീരുമാനിച്ചത്? ഒന്ന്, പിന്നെ സമൂഹത്തിലുള്ള എല്ലാ വിഷയങ്ങളിലും, പ്രത്യേകിച്ച് വിദ്യാർത്ഥി സംബന്ധിയായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും, മനുഷ്യ സംബന്ധിയായ എല്ലാ വിഷയങ്ങളിലും ഞങ്ങൾ ഇടപെടാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും വലിയ വിപത്താണ് വർഗീയത. വർഗീയതക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള രാഷ്ട്രീയ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തെയും കേരളത്തിലെയും SFI. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോൾ വർഗീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുക്കളെന്ന് പറയുന്നത് ഈ നാട്ടിലെ സ്ത്രീകളാണ്. സ്ത്രീകളുടെ ശാക്തീകരണം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല വർഗീയത. സ്ത്രീകൾ ജെൻഡർ ഈക്വാലിറ്റി എന്നൊക്കെ പറയുന്നത് അവർക്ക് ചിന്തിക്കാൻ കഴിയാത്തതാണ്. അപ്പോൾ കേരളത്തിൽ തന്നെ ചില സ്ഥലങ്ങളിൽ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും സ്ത്രീ പിന്നെ അവിടെ റിസർവേഷൻ ഉണ്ടാകുന്ന സീറ്റിൽ ഒരു സ്ത്രീ മത്സരിക്കുമ്പോൾ അവരുടെ ഭർത്താവിൻ്റെ ഫോട്ടോ അതിൻ്റെ കൂടെ വെച്ച് ഫ്ലെക്സ് അടിക്കുന്ന നാടാണ് രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഞങ്ങൾക്കറിയായിരിക്കും രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. അപ്പോൾ അവരുൾപ്പെടെയുള്ള ആളുകളാണ് ഞങ്ങൾ ഈ പറഞ്ഞ കമൻറ്റ് ബോക്സിൻ്റെ അടുത്ത് നിന്ന് ഈ പറയുന്ന എല്ലാം വിളിച്ചു പറയുന്നത്. പക്ഷേ അവരുടെ വിദ്യാർത്ഥി സംഘടനകൾ പലപ്പോഴും ക്യാമ്പസുകളിൽ ഈ SFI മുന്നോട്ട് വെക്കുന്ന പുരോഗമന സമൂഹത്തിൻ്റെ രാഷ്ട്രീയത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന, അതിൽ SFI വേരൂന്നി അതിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുണ്ടായിട്ടുള്ള ക്യാമ്പസിലെ ജനാധിപത്യം, അതിൻ്റെ പുരോഗമന സ്വഭാവം, ആ സ്വഭാവത്തെ പലപ്പോഴും ബോധപൂർവമായി ഇവർ ചോദ്യം ചെയ്യാൻ തയ്യാറാവാറില്ല. കാരണം അതിനൊരു പ്രധാന കാരണം വിദ്യാർത്ഥികളുടെ ഈ ബോധ്യങ്ങളെ ഉടനടിയൊന്നും തകർക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ്. അത് തകർക്കാൻ കഴിയാത്തതിൻ്റെ പ്രധാന കാരണവും SFIയുടെ ക്യാമ്പസുകളിലെ സജീവതയും ഇടപെടലാണ്. ഇപ്പോൾ നിങ്ങൾ മഹാരാജാസ് കോളേജിൻ്റെ കാര്യം പറഞ്ഞു. മഹാരാജാസ് കോളേജിൽ എന്താ പ്രശ്നം? നമ്മളൊരു മനുഷ്യരായിട്ടുള്ള ഏതൊരാൾക്കും കാണുന്നതിൽ അവിടെ ഒരു തെറ്റായ പ്രവർത്തനവും അവിടെ ഇല്ല. എന്താണ് സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ നമ്മൾ കാണുന്നത് എന്താണ്? അത് യഥാർത്ഥത്തിൽ കാഴ്ചയുടെ പ്രശ്നമാണ്. അത് നമ്മളിൽ ഊറിയിരിക്കുന്ന പുരുഷ മേധാവിത്വ സമൂഹത്തിൻ്റെ അവശേഷിപ്പുകളാണ്. ആ അവശേഷിപ്പുകൾ തുടച്ചു കളയേണ്ടത് നമ്മളാണ്. അതിനും ഒരു സാമൂഹിക പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവണം. ഇപ്പോൾ MSF പോലുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഒരു കാലത്ത്, ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വലിയ വിവാദം നടന്നു. ആ വിദ്യാർത്ഥി സംഘടനയുടെ വനിതാ വിഭാഗത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ കൂട്ടരാജി വെച്ചു. പെൺകുട്ടികൾ, വലിയ വിവാദം നടന്നു കേരളത്തിൽ, വലിയ ചർച്ചയായ വിഷയമാണ്. പക്ഷേ എന്താണ് അവിടെ കണ്ടിട്ടുള്ളത്? അതൊരു സമൂഹത്തിൽ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ അവരുടെ രാഷ്ട്രീയത്തിന് അടിസ്ഥാനമാക്കിയിട്ടുള്ള അവരുടെ സ്ത്രീവിരുദ്ധ മനോഭാവമാണ്. പക്ഷേ ആ വിദ്യാർത്ഥി സംഘടനക്ക് പോലും ക്യാമ്പസിൽ വന്ന് പലപ്പോഴും അത് പറയാൻ കഴിയുന്നില്ല. അവിടെ അതെന്തുകൊണ്ടാണ്? പറയാൻ അറിയായിട്ടല്ല, അത് പലപ്പോഴായിട്ട് അവർ ഒളിഞ്ഞും തൊളിഞ്ഞൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അത് പറയാൻ കഴിയാത്ത വിധത്തിൽ ക്യാമ്പസിലെ ഒരു മതനിരപേക്ഷ, ഒരു ജനാധിപത്യ, ഒരു ബോധ്യം, വളരെ ഭംഗിയുള്ള ഒരു ക്യാമ്പസ് ഫാബ്രിക് നമ്മളവിടെ വളർത്തിയെടുത്തിട്ടുണ്ട്. അത് SFIക്ക് അവകാശപ്പെട്ടതാണ്. അത് കേരളത്തിലെ ഏത് ക്യാമ്പസിലും നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പം മഹാരാജാസ് ആവട്ടെ, തലശ്ശേരി ബ്രണ്ണൻ ആവട്ടെ, പാലക്കാട് വിക്ടോറിയ ആവട്ടെ, ഈ ക്യാമ്പസുകളുടെ ഒക്കെ സ്വഭാവം നിൽക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രവർത്തനം നമ്മുടെ നാട്ടിലെമ്പാടും SFI സംഘടിപ്പിക്കുകയാണ്. അതുവഴി തലമുറകളിൽ ഉണ്ടാകുന്ന മാറ്റമുണ്ട്. ആ മാറ്റം സമൂഹത്തിൽ പ്രതിഫലിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിലുണ്ടാകുന്ന ഒരു വലിയ മുന്നേറ്റമുണ്ട്. ആ മുന്നേറ്റത്തെ തടയുക എന്നുള്ളതാണ് SFI നിരോധനം, SFI അക്രമം, SFIയെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഈ വ്യത്യസ്തകരമായിട്ടുള്ള ആക്രോശങ്ങൾക്ക് ഇവർ നേതൃത്വം കൊടുക്കുന്നത്. ഇപ്പോൾ ജെൻഡർ പൊളിറ്റിക്സിനെ പറ്റി സംസാരിച്ചു. ജെൻഡർ പൊളിറ്റിക്സ് സംസാരിക്കുന്നതിനോട് സംസാരിക്കേണ്ടവരാണ് LGBT ആ കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റികളിലെ കൂടി ചേർത്ത് പിടിച്ചതുകൊണ്ടാണ് SFI വ്യാപകമായിട്ട് ആക്രമണം നേരിട്ടിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ. ആ ഒരു പൊളിറ്റിക്സ് SFI എങ്ങനെയൊക്കെയാണ് ഇനി ക്യാമ്പസുകളിൽ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത്? ഒന്ന്, ഈ സമൂഹത്തിലെ എല്ലാ മനുഷ്യരും അഭിസംബോധന ചെയ്യപ്പെടേണ്ടവർ തന്നെയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലെ ഓരോ സാധാരണക്കാരൻ്റെയും, അത് തൊഴിലിടങ്ങളിലാവട്ടെ, അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാവട്ടെ, എവിടെയും അവരുടെ ലിംഗമോ വ്യത്യാസമോ അല്ലെങ്കിൽ അവരുടെ ഭാഷാ വ്യത്യാസമോ അവരുടെ സാമൂഹിക ജീവിതക്രമത്തിലുള്ള വ്യത്യാസങ്ങളോ ഒന്നും അടിസ്ഥാനപ്പെടുത്തിയല്ല ഒരാളെ നിശ്ചയിക്കേണ്ടത്, അയാളെ അഭിസംബോധന ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം ആളുകളെയും അവരുടെ സംഘടനയാണ്, ഈ സംഘടനയുടെ ഭരണഘടനയുടെ പരിപാടിയിലൊന്നും എവിടെയും പറയുന്നില്ല സ്ത്രീ പുരുഷൻ സ്ത്രീ, അതിനെക്കുറിച്ചൊന്നുമല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ പറയുന്നത് മനുഷ്യന്മാരെക്കുറിച്ചുള്ള കാര്യമാണ്. അതിലെല്ലാവരും പെടും.
ആ മനുഷ്യരെ എല്ലാവരെയും ഞങ്ങൾ ചേർത്ത് വെക്കും എന്നുള്ളതാണ്. അതിന് ട്രാൻസ്ജെൻഡേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മെമ്പർഷിപ്പ് കൊടുത്തു. ഇപ്പോൾ ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്ന് ഒരാൾ എറണാകുളം ജില്ലയിൽ നിന്ന് ഷിത എന്ന വിദ്യാർത്ഥി നമ്മുടെ കൂടെ ഉണ്ട്. ആ വിദ്യാർത്ഥി ഇന്ന് പിന്നെ അവിടെ റിസർച്ച് ചെയ്യുകയാണ് സംസ്കൃത സർവകലാശാലയിൽ. അങ്ങനെ എല്ലാ മേഖലയിൽപ്പെട്ട ആളുകളെയും ഉൾക്കൊണ്ടുപോകാനുള്ള രാഷ്ട്രീയമാണ് ഞങ്ങൾക്കുള്ളത്. അതിനെ വിമർശിക്കുന്നവരുണ്ടാവും, അതിനനുസരിച്ച് അതിനെ ഏതെങ്കിലും വിധത്തിൽ തകർക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അതിനെയൊക്കെ ആ നിലയിൽ തന്നെ പ്രതിരോധിച്ചു പോകുക എന്ന് തന്നെയാണ്. ഇപ്പോൾ എല്ലാ മനുഷ്യരുടെയും വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം വിമർശനങ്ങൾ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ഇടപെടുന്നൊരു മീഡിയമാണ് സിനിമ. ആ സിനിമേൻ്റെ തന്നെ സിനിമ ഒരുപാട് വിദ്യാർത്ഥികളെ മോശമായിട്ട് സ്വാധീനിക്കുന്നു, വിദ്യാർത്ഥികളെ മാത്രമല്ല സമൂഹത്തിനെ മോശമായിട്ട് രൂപപ്പെടുത്തുന്നതിലൊരു ഇതൊക്കെ ചെയ്യുന്നുണ്ട്. സിനിമ അതേസമയം ഒരു മികച്ചൊരു കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ളൊരു ഇതുകൂടിയാണ്. അപ്പോൾ ആ ഒരു വിമർശനം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് സിനിമ സ്വാഭാവികമായി നമ്മളെല്ലാവരും ആസ്വദിക്കുന്ന പ്രധാനപ്പെട്ടൊരു മീഡിയയാണ്. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്ത് വന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ സിനിമകൾ സ്വാഭാവികമായി നമ്മൾ ആസ്വദിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ട്. സ്വാഭാവികമായ നമ്മുടെ സമൂഹത്തിനും അത് കാണുന്നവർക്ക് കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജുകൾ ഇപ്പോൾ ഗുണകരമാവുന്നില്ല എന്നൊരു പോരായ്മ പൊതുവിൽ നമ്മൾ പലവട്ടം ചർച്ച ചെയ്തു, നമ്മളെല്ലാവരും കണ്ടതാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ അടുത്ത കാലത്തായി ഇറങ്ങിയ ചില സിനിമകൾ നമുക്കറിയാം. ആ സിനിമകൾക്കകത്തുള്ള സ്വാഭാവികമായ സിനിമകൾ കണ്ടവരാണ് കേരളത്തിനകത്ത് ഭൂരിപക്ഷം വരുന്ന ആളുകൾ. സിനിമ സ്വാഭാവികമായി കാണുന്നതിനോടൊപ്പം തന്നെ അതൊരു അനുകരണീയമായ ശൈലിയാണ് എന്നൊരു തെറ്റിദ്ധാരണയിലേക്ക് ചിലർ പോകുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുള്ളവർക്ക് ഈ സിനിമ കൊടുക്കുന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ആയാലും അത് അത്ര തരക്കേടില്ല എന്നൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വിശ്വസിക്കുന്ന ചിലരെങ്കിലും എന്നാൽ സിനിമയ്ക്കകത്ത് ഇങ്ങനെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ആവാം എന്ന ഒരു തരത്തിലേക്ക് ധാരണയിലേക്ക് വരുമ്പോഴാണ് സിനിമയുടെ ഇത്തരം മെസ്സേജുകളൊരു സാമൂഹ്യ പ്രശ്നമായി മാറുന്നത്. ഇപ്പോൾ സിനിമയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റി നമുക്ക് അതിന് ഒരു ഘട്ടത്തിൽ നമുക്ക് അങ്ങനെ ആ നിലയിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി കഴിയില്ല. കാരണം അത് കഥാകൃത്തിൻ്റെയും അതിൻ്റെ അഭിനേതാവിൻ്റെയൊക്കെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. പക്ഷേ അത് ഇത്തരം സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു വിഭാഗത്തിന് കൊടുക്കുന്ന മെസ്സേജ് അത് പ്രശ്നമാണ്. ആ മെസ്സേജ് തന്നെ സൃഷ്ടിക്കുന്ന ചില ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ ഒരു സിനിമയുടെ ഒരു ഡയലോഗിനെ പറ്റി ഈ ലഹരി മാഫിയ ചർച്ചയ്ക്ക് എടാ മോനെ അല്ലേ അംബാനെ ഫാസിലിൻ്റെ പടത്തിൻ്റെ ഇടയിൽ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ ആ പ്രസംഗത്തിലേക്ക് പറയുന്നുണ്ട്. ഇത് നമ്മൾ നോക്കുമ്പോൾ വളരെ സൂക്ഷ്മമാണ്, ഇത് വളരെ മൈക്രോസ്കോപ്പിക്കായ കാര്യങ്ങളാണ്. പക്ഷേ ഇത് നമ്മുടെ ക്യാമ്പസുകളിലെ കുട്ടികൾക്കിടയിൽ ചെറിയ വിഭാഗത്തിനിടയിൽ ഒരു ട്രെൻഡായി ഡെവലപ്പ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത്. നമ്മുടെ സിനിമകൾക്കകത്ത് ഇപ്പോൾ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഉൾപ്പെടെ ഭയങ്കര എക്സ്പോഷറിൽ കാണിക്കുന്ന ചില സിനിമകളുണ്ട്. അതൊക്കെ ഒഴിവാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം ഇത് തെറ്റാണ് എന്ന മെസ്സേജിനപ്പുറമായി ഇതിന് ചില ഗുണങ്ങളുണ്ട് എന്നൊരു മെസ്സേജ് പലപ്പോഴും ഇവർ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് അവർക്ക് മറ്റെന്തെങ്കിലും താല്പര്യത്തെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന ആരോപണം ഞങ്ങൾക്കില്ല. പക്ഷേ ഇത് കൊടുക്കുന്ന മെസ്സേജ് തെറ്റാണ്. കാരണം ഈ ലഹരിക്കെതിരായും ഈ മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി വസ്തുക്കൾക്ക് നമ്മൾ ക്യാമ്പയിൻ നടക്കുമ്പോൾ ഇത് ഉപയോഗിച്ചാലും വലിയ തരക്കേടില്ല എന്നൊരു ചിന്ത നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ ഒരു ശ്രമം ഇത് സിനിമ മാത്രമല്ല കേട്ടോ, നമ്മുടെ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളും അതിനകത്തേക്ക് വരുന്ന കണ്ടൻറ്റുകളും ഇതിനോട് നമുക്ക് ചേർത്ത് വെച്ച് പറയണം. കാരണം ഒരു തരത്തിലും നമുക്ക് ഒരു സമൂഹം എന്ന നിലയിലോ ഒരു വ്യക്തി എന്ന നിലയിലോ അറ്റ്ലീസ്റ്റ് ഒരു കോമൺ സെൻസ് ഉള്ള മനുഷ്യൻ എന്ന നിലയിൽ പോലും അംഗീകരിക്കാൻ കഴിയാത്ത കണ്ടൻറ്റുകൾ ഉണ്ടാക്കുന്നവർ നമ്മുടെ കുട്ടികൾക്കിടയിലും ചെറിയ വിഭാഗമാണെങ്കിൽ പോലും നമ്മുടെ കുട്ടികൾക്കിടയിലും ആരാധിക്കപ്പെടുന്നു എന്നത് ഈ വർത്തമാനകാലത്ത് നമ്മൾ കാണുന്ന ഏറ്റവും ഡേഞ്ചറസ് ആയ കാര്യമാണ്. കാരണം ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ ആ വീഡിയോ മുഴുവനായി ചിലപ്പോൾ ഇത്തരം കണ്ടൻറ്റുകൾ ചിലപ്പോൾ പൂർണ്ണമായി കണ്ട് ഇരിക്കാൻ കഴിയും. പക്ഷെ അത് കാണാൻ അതാ പ്രശ്നം. അത് കാണാൻ അവർക്കെതിരായ പ്രതികരണങ്ങൾ വരുമ്പോൾ എൻ്റെ ഏട്ടനാണ് എന്ന് പറഞ്ഞ് ഇറങ്ങാൻ ഒരു മനസ്സുള്ളവരായി ചിലരെങ്കിലും മാറുന്നുണ്ട്. ഇത് ഞങ്ങളിതിനെ അഡ്രസ്സ് ചെയ്യുന്നത് ഈ കണ്ടൻറ്റുകളാകെ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോഴും ഈ കണ്ടൻറ്റുകൾ എത്തുന്ന കുട്ടികൾക്ക് ഇത് ശരിയാണെന്ന് തോന്നാൻ ഇടയാക്കുന്നൊരു സാഹചര്യമുണ്ട്. അതിനെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്. ഈ കണ്ടൻറ്റ് ഉണ്ടാക്കുന്നവർ അവരുടെ ഇഷ്ടം, അവർ സ്വാഭാവികമായി ഒരു തെറ്റായ മെസ്സേജ് കൊടുക്കുന്നു, അവർ എതിർക്കപ്പെടുന്നവരാണ് എന്നാൽ ഞങ്ങൾ തർക്കില്ല. പക്ഷെ ഞങ്ങളിതിനെ കാണുന്നത് ഈ കണ്ടൻറ്റുകൾ ഉണ്ടാക്കപ്പെടുമ്പോഴും ഇതിനെ സ്വീകരിക്കാൻ തക്ക മാനസിക സ്ഥിതിയുള്ള കുട്ടികൾ നമുക്കിടയിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവർക്കിടയിലുള്ള അവർക്കുള്ളിലുള്ള ഒരു സാമൂഹ്യ ബോധത്തിൻ്റെ കുറവിനെയാണ് ഞങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്. തുടർന്നുള്ള ഞങ്ങളുടെ പ്രവർത്തനത്തിൽ ഏറ്റവും ഗൗരവമായി ഞങ്ങൾ കണ്ടിരിക്കും. ഇപ്പോൾ സ്കൂളുകളിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു പരിമിതി ഇവിടെ പ്രിയപ്പെട്ട സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. ഞങ്ങൾ കയറുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. ആർക്കാ? ഒരു വലിയ വിഭാഗത്തിന് സ്കൂളുകൾ നിയന്ത്രിക്കുന്ന, ഞാൻ വിഭാഗങ്ങളുടെ ഒന്നും പേര് ഞാൻ പറയുന്നില്ല, അവർക്കിഷ്ടമല്ല. SFI കയറാൻ പാടില്ല, അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തന ഭാഗമായിട്ട് കയറാൻ പാടില്ല.
അവിടെ ലഹരി മയക്കുമരുന്ന് മാഫിയകൾ കയറുന്നുണ്ട്. എസ് എഫ് ഐ കയറാൻ പാടില്ല തന്നെയാണ് അതിൻ്റെ പച്ച മലയാളം. അവിടെ ലഹരി മയക്കുമരുന്ന് മാഫിയകൾ കയറുന്നുണ്ട്. അവിടെ ഈ അരാഷ്ട്രീയവാദികളുടെ കണ്ടന്റുകൾ വളരെ സുലഭമായി നമ്മുടെ കുഞ്ഞുങ്ങൾക്കിടയിലേക്ക് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിനെ പ്രതിരോധിക്കാൻ നിലവിലെ സംവിധാനത്തിനാവുന്നുണ്ടോ? അതാ ചോദ്യം. ആവുന്നില്ല എന്നതാണ് ഈ വർത്തമാന കാലത്ത് നമ്മൾ കേൾക്കുന്ന ചില വാർത്തകളിലെങ്കിലും പ്രതിഫലിക്കുന്നത് നമ്മൾ ബോധ്യപ്പെടണം. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? ഞങ്ങളെല്ലാം ആവർത്തിച്ച് പറയുന്ന കുട്ടികൾക്ക് മനസ്സിനകത്ത്, കുട്ടികളുടെ ഉള്ളിൽ ഒരു പൊതുബോധം ഉണ്ടാവണം. അവർ കാണുന്ന സമൂഹ മാധ്യമമല്ല പൊതുസമൂഹം, ഇത് രണ്ടും രണ്ടാണ്. കുറേ കൂടി ജൈവികമായതും മനുഷ്യനുമായി ബന്ധപ്പെടുന്നതും മനുഷ്യർ ജീവിക്കുന്നതും സമൂഹ മാധ്യമത്തിലല്ല, പൊതുസമൂഹത്തിലാണ് എന്ന ബോധ്യമാണ്. അവിടെ അവർക്കത് തോന്നണമെങ്കിൽ അവരുടെ ഉള്ളിൽ രാഷ്ട്രീയമാണ്. അത് എസ് എഫ് ഐയുടെ രാഷ്ട്രീയം മാത്രമല്ല, ലോകത്തെ എല്ലാ മനുഷ്യനെ സംബന്ധിക്കുന്ന ഒരു രാഷ്ട്രീയ ബോധം കുട്ടികൾക്കുണ്ടാവണം. സിനിമകളുമായി ബന്ധപ്പെട്ട് കാര്യം ശിവൻ പറഞ്ഞ കാര്യത്തിലുള്ളത്, അതിനകത്തൊരു മറ്റൊരു ഭാഗമുണ്ട്. അതിനെ ഫലപ്രദമായി വർഗീയത ഉപയോഗിക്കുന്നുണ്ട്. അതെ. ഇപ്പോൾ രാം പുനിയാനിയുടെ 2 ദിവസം ദേശാഭിമാനി തന്നെ കൊടുത്തൊരു എഡിറ്റോറിയലുണ്ട്. അതിൽ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമകൾ. ഇപ്പോൾ സംഭാജി റാവു എന്ന് പറഞ്ഞാൽ നമ്മുടെ ശിവജിയുടെ മകനുമായി ബന്ധപ്പെട്ടൊരു സിനിമ എത്രത്തോളം വർഗീയത ഉയർത്തിപ്പിടിച്ചിട്ടുള്ളൊരു സിനിമയാണ്. എന്നുവെച്ചാൽ ഔറംഗസേബ് എന്ന മുഗൾ ചരിത്രകാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു രാജാവിൻ്റെ അദ്ദേഹത്തിൻ്റെ ക്രൂരതകൾ അത് എത്രത്തോളം ഹിന്ദു വിരുദ്ധമാണ് എന്ന് പ്രകടിപ്പിക്കാനുള്ളൊരു അവസരമാക്കിയൊരു സിനിമ. യഥാർത്ഥത്തിലുള്ള സംഭവം എന്താ? ചരിത്രം നമ്മൾ കൃത്യമായി അവലോകനം ചെയ്യണമല്ലോ. യഥാർത്ഥത്തിൽ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക്, ഇന്നത്തെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് RSS ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ളൊരു സാമൂഹ്യ പശ്ചാത്തലത്തിലേക്ക് അതിൻ്റെ ഒരു ചരിത്രത്തെ അവിടത്തേക്ക് ക്ലബ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലത്തെ മുഗൾ ചരിത്രവുമായി ക്ലബ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനവർ ബോധപൂർവമായി ചെയ്തത് മറ്റൊന്നുണ്ട്. മുഗൾ ചരിത്രത്തെ പാഠപുസ്തകത്തിൽ നിന്ന് മാറ്റി, അതിൻ്റെ ശരിയായ ഫാക്ട്സിനെ എടുത്തു മാറ്റി, എന്നിട്ട് പകരം റീപ്ലേസ് ചെയ്യുന്നത് ഇത്തരം സിനിമകളിലൂടെയാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ മുഗൾ ചരിത്രവും ഇന്നത്തെ ഇന്ത്യൻ യാഥാർത്ഥ്യവും തമ്മിൽ എന്തെങ്കിലും ഒന്നുണ്ടോ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് രൂപപ്പെട്ട ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അതും അതിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള മുഗൾ ചരിത്രവും തമ്മിൽ എന്ത് ബന്ധം? അതൊരു ഫാക്റ്റാണ്. പിന്നെ അതിന് മുമ്പ് ഇറങ്ങിയ കശ്മീരി ഫയൽസ്, എത്ര തീവ്രമായിട്ടാണ് വർഗീയത അവരത് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ മറ്റൊരു ഭാഗത്ത് സംഘപരിവാർ ഉപയോഗിക്കുന്നുണ്ട്. ഈ രാജ്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് സെൻസർ ചെയ്യേണ്ടത് സെൻസർ ചെയ്യാനും മറ്റൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ നേരെ മറിച്ച് ഇത്തരം അരാജക സ്വഭാവമുള്ള സാധനങ്ങൾ കൃത്യമായി ഇറങ്ങുന്നുമുണ്ട്. അതും പൂർണ്ണമായും മതത്തിനെ അടിസ്ഥാനപ്പെടുത്തിയില്ല. അങ്ങനെയാണോ? പണ്ട് കാലത്തെ പടയോട്ടങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് മതവർഗീയത ഭാഗമായിട്ട് മാത്രം അങ്ങനെയൊന്നുമല്ല. അത് ചരിത്രമാണ്. അത് അധികാരമായിരുന്നു പ്രശ്നം. അത് മുഗൾ ചരിത്രത്തിൽ തമ്മിലുണ്ടായിരുന്നു. ശിവജിയെ ജയിലിൽ അടച്ച ആൾ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മകൻ കൂടിയായിട്ടുള്ള ഈ പറഞ്ഞ ആൾ. അപ്പോൾ സംഭാജി റാവു. അപ്പോൾ ഇതൊക്കെ ഒരു സത്യമാണ്. പക്ഷേ ഇതിനൊക്കെ മറച്ചു വെച്ചാണ് ഇതൊക്കെ വരുന്നത്. അതും ഒരു ഭാഗമാണ്. അങ്ങനെയുള്ള ഒരു വർഗീയതയുടെ ഒരു പ്ലേസ്മെൻറ്റ് കൂടി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ടിപ്പു മൈസൂരുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇപ്പോൾ കർണാടക ഭരിക്കുന്ന കോൺഗ്രസ്സാണ്. പക്ഷേ മൈസൂരിൻ്റെ ചരിത്രത്തിൽ ടിപ്പുവിൻ്റെ സ്ഥാനത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇന്നവിടെ കാര്യങ്ങൾ പോകുന്നത്. ടിപ്പുവിൻ്റെ പൂർണ്ണമായിട്ടും നിരാശമാണ്. ടിപ്പുവിൻ്റെ ചരിത്രം ഉണ്ടായിരുന്നു എന്നൊരു സംശയം ജനിപ്പിക്കുന്ന തരത്തിലേക്ക് മൈസൂർ ചരിത്രം നമ്മുടെ അവിടുത്തെ കർണാടകയിലെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെ ഈ ചരിത്രത്തെ പതിയെ പുറകോട്ട് കൊണ്ടുപോകാനുള്ള ഇടപെടൽ നടത്തുകയാണ്. പക്ഷേ ടിപ്പുവിനെ ഏറ്റെടുക്കുന്ന SDP ഒരു വേറെ ഭാഗത്തുണ്ട്. അത് വേറെ കാര്യം. ടിപ്പു SDP തമ്മിൽ എന്ത് ബന്ധം എന്നുള്ള വേറെ ചോദ്യമുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം നിൽക്കുന്നത്. ടിപ്പു SDP കൊണ്ടുപോകുക, ഭഗത് സിംഗിനെ ABVP എടുക്കുക. ഇതിൻ്റെയൊക്കെ ഒരു ചരിത്രം നിൽക്കുന്ന ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ച ധീരതയുടെ ഭാഗമായി തൂക്കിലേറ്റപ്പെട്ട ഒരു മാപ്പ് എഴുതി കൊടുക്കാതെ, അതെ, ഒരു മാപ്പ് എഴുതി കൊടുക്കാതെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തൻ്റെ പ്രായത്തിൽ വായിച്ചു ആ മനുഷ്യനെയാണ് ആര് കൊണ്ടുവരിക്കുന്നത്? ABVP അവരുടെ പോസ്റ്ററിൽ കൊണ്ടുപോയി വെക്കുന്നത്. ഒരു കാര്യമുണ്ട്, അവർക്ക് അതെ, വിവേകാനന്ദരൊക്കെ ഇവരുടെ ഐഡിയലായി മാറിയിരിക്കുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല. അതെ, വിവേകാനന്ദൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ RSSകാരെയും BJPക്കാരെയും എന്നേ ഈ ഇന്ത്യക്കകത്തുനിന്ന് അടിച്ചോടിച്ചേനെ. ലോക മതസമ്മേളനത്തിൽ പോയി അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ആദ്യ വരികൾ ഇതാണ്: മൈ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക. അത് ലോകത്തെമ്പാടുള്ള മനുഷ്യരെ അഭിസംബോധന ചെയ്യുകയാണ്. ലോകത്തെല്ലാവരും നമ്മുടെ സഹോദരന്മാരാണ്, കിത്താൻ കിങ്സ് എന്ന് നമ്മളവർ അത്തരത്തിലുള്ളൊരു ബോധ്യമുള്ളൊരു സാർവലൗകികമായി ചിന്തിക്കാൻ കഴിയുന്ന ഒരു സർവ്വദേശീയ മനുഷ്യരാണ് ഇവരൊക്കെ. ആ മനുഷ്യരെയാണ് ഇവർ കൊണ്ടുപോയി കിട്ടുന്നത്. ഇങ്ങനെയുള്ള ഐഡിയലുകളെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ഗുരു
വിവേകാനന്ദൻ, ഭഗത് സിംഗ് എല്ലാവരെയും വേണം. ആരുമില്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല. ഇന്ത്യയുടെ ചരിത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിലെ ഓരോ വ്യത്യസ്ത ഘട്ടങ്ങളിലും അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഒരു പങ്കുമില്ല. അപ്പം അങ്ങനെ ഉണ്ടാവാതെ ഒരു രാഷ്ട്രീയ സംഘത്തിന് നിലനിൽക്കണമെങ്കിൽ ഈ ചരിത്രത്തിൽ നിന്ന് ചില കഥകൾ മെയ്യേണ്ടതുണ്ട്. അവിടെ ഈ പറഞ്ഞതുപോലെ മുഗൾ ചരിത്രത്തിൽ നിന്നും അതിൻ്റെ പിന്നോട്ടുള്ള രാജാക്കന്മാരിൽ നിന്നും ചില ഹീറോസിനെ കൊണ്ടുവരണം, മധ്യകാലത്ത് നിന്ന് കൊണ്ടുവരണം. അങ്ങനെ ഓരോരുത്തരെയും കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് ഇതിനൊരു വലിയ ചരിത്രമുണ്ട്, ഏത് 4000 വർഷങ്ങൾക്ക് മുമ്പ് രൂപീകരിക്കപ്പെട്ട ഒന്നാണ് എന്ന് ബോധിപ്പിക്കുന്ന തരത്തിലേക്കുള്ളൊരു അവനിർമ്മാണത്തിൻ്റെ വലിയൊരു ഭാഗം നടക്കുന്നത്. അതിനകത്തൊരു തമാശ, തങ്ങളുടെ സ്വന്തം ആളായ നാഥൂറാം വിനായക് ഗോഡ്സെ തള്ളാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ മഹാത്മാഗാന്ധി ഒരു പൂർണ്ണമായിട്ടെടുക്കാത്തത്. ഇന്ത്യൻ ജനതയുടെ മുന്നിൽ സംഘപരിവാറിന് ഗാന്ധിവാദത്തിൽ പന്തുണ്ട്. അത് നമുക്ക് ഒരു ഘട്ടത്തിലും അതവർക്ക് തേച്ചു മാച്ച് കളയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട മുഖ്യധാര രാഷ്ട്രീയ പദ്ധതികളുടെ ഓരോ പരിപാടികളിൽ നിന്നും ഗാന്ധിജിയെ പതുക്കെ മാറ്റുന്നത്. നെഹ്റുവിനെ പൂർണ്ണമായും തിരസ്കരിച്ചത്, പകരം പട്ടേലിനെ പ്രതിഷ്ഠിക്കാൻ അവർ ബോധപൂർവമായി ശ്രമിച്ചു. കാരണം വെച്ചാൽ ഇവർക്കെതിരെ നടത്തിയ RSSൻ്റെ ഇടപെടൽ, ഇവർക്കെതിരെ ഇപ്പോൾ നെഹ്റുവിനെതിരെയും വധശ്രമം നടത്തിയിട്ടുണ്ട് RSS. അത് രേഖകളിൽ തന്നെയുള്ളതാണ്. നെഹ്റുവിനെതിരെ നടത്തിയിട്ടുണ്ട്, ഗാന്ധിക്കെതിരെ നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഗാന്ധി കൊല്ലപ്പെടുന്നത്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ സവർക്കർക്ക് പങ്കുണ്ടായിരുന്നു, സവർക്കറിൻ്റെ അറിവുണ്ടായിരുന്നു. ഇതൊക്കെ ചരിത്രത്തിലുള്ളതാണ്, അതിൽ 8ാം പ്രതിയാണ്. അപ്പോൾ ഇതിനെ ഇന്ത്യൻ രൂപത്തിൽ നിന്ന് ഉടനെ മാറ്റാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ഇവരെ പതുക്കെ മാറ്റി മറ്റൊരു നാഷണൽ ഐഡൽസിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ടാകുന്നത്. കഴിഞ്ഞ വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് MGS നാരായണൻ എന്ന ചരിത്രകാരനോട് മുരളി മനോഹർ ജോഷി എന്ന അന്നത്തെ RSSൻ്റെ നേതാവ്, അന്ന് മന്ത്രിയൊക്കെ ആയിരുന്ന ആൾ ചോദിച്ചത് ശങ്കരാചാര്യരുടെ ചരിത്രം 100 വർഷത്തിനെ പുറകോട്ടാക്കി തരുമെന്നുള്ളതാണ്. ശങ്കരാചാര്യരുടെ ചരിത്രം 100 വർഷം പുറകോട്ടാക്കി തരുമോ? അതിന് ആവശ്യം ഇതിനെ ആ തരത്തിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ബ്രിഡ്ജ് ചെയ്ത് ഇതിൻ്റെ ഒരു ചരിത്രത്തെ, ഒരു കൾച്ചറൽ നാഷണലിസം എന്നവർ വിളിക്കുന്നുണ്ടല്ലോ, സാംസ്കാരിക ദേശീയത, അതിൻ്റെ ഒരു ചരിത്ര നിർമ്മാണമാണ്, അതിൻ്റെ ഒരു ചരിത്ര പുസ്തകം പോലെ അതിനെ വായിച്ചെടുക്കാനുള്ള ഒരു ഇടപെടലാണ് അവർ നടത്തുന്നത്. ഇതിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായൊരു ചോദ്യം കോൺഗ്രസിനോടുണ്ട്. അതും കൂടി ചേർത്ത് വെച്ച് പറഞ്ഞാൽ ഈ കോൺടെക്സ്റ്റ് പൂർത്തിയാകും. രാജ്യത്തെ കോൺഗ്രസ് സത്യത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ഘട്ടത്തിലെ നെടുന്തൂണായിരുന്ന കോൺഗ്രസ് ഇന്ന് SFIക്കെതിരായി കേരളത്തിലെ കോൺഗ്രസ്സുകാർ നടത്തുന്ന യുദ്ധത്തിൻ്റെ ആരോപണ പ്രത്യാരോപണങ്ങളുടെ 10% ഞങ്ങൾക്കെതിരായി നടത്തുന്ന കടന്നാക്രമണത്തിൻ്റെ SFIക്കെതിരെ വ്യക്തമായി ഞാൻ പറയാം, SFIക്കെതിരായി ഈ കേരളത്തിനകത്ത് കോൺഗ്രസിൻ്റെ തലമുതിർന്ന തലപ്പൊക്കമുള്ള നല്ല ഘനഗാംഭീര്യമുള്ള ഒത്ത നേതാക്കന്മാരാണല്ലോ കേരളത്തിലെ കോൺഗ്രസ്സുകാർ. ആ കോൺഗ്രസ്സുകാർക്ക്, കോൺഗ്രസ് നേതൃത്വത്തിന് കേരളത്തിലോ രാജ്യത്തോ ഈ RSS നടത്തിക്കൊണ്ടിരിക്കുന്ന ചരിത്ര അപനിർമ്മിതിക്കെതിരായി ചെറുതെങ്കിലും ഒരു പ്രതിരോധം സൃഷ്ടിക്കാനാവുന്നുണ്ടോ എന്ന് വർത്തമാനകാലം ഇന്ത്യ പരിശോധിക്കണം. അതാവുന്നില്ല എന്നതുകൊണ്ടാണ് സർദാർ വല്ലഭായ് പട്ടേലിനെ കൊണ്ടുപോകാൻ BJPക്ക് ആവുന്നത്. ആരാ സർദാർ വല്ലഭായ് പട്ടേൽ എന്നിവിടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞല്ലോ, ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ. RSSനെ നിരോധിച്ച ആളാണ്. ആര് കൊണ്ടുപോയി? ഈ പറയുന്ന RSS കൊണ്ടുപോയി. ഓരോ നേതാക്കന്മാരെയായി RSS ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. എന്തിനാ? ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഉൾപ്പെടെ പേറ്റന്റ് RSS കൈപ്പിടിലാക്കാൻ ശ്രമിക്കുക. ഇതാദ്യം തിരിച്ചറിയണം, പ്രതിരോധിക്കണം ആരാ രാജ്യത്ത്? അതിനകത്തൊരു വലിയ പങ്ക് വഹിച്ച കോൺഗ്രസ് അല്ലേ. സവർക്കറെ സത്യത്തിൽ ഗാന്ധിയെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ചരിത്ര രൂപമാണ് എന്ന് ഇതുവരെ കോൺഗ്രസിന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. ആ ബോധ്യമില്ലാത്തതുകൊണ്ടാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഒരു മടിയുമില്ലാതെ സവർക്കർ ചിത്രത്തിന് മുന്നിൽ കുമ്പിട്ട് പോയി വിളക്ക് കത്തിക്കുന്നത് നമ്മൾ കണ്ടത്. അതുകൊണ്ടാണ് കേരളത്തിലെ KPCC പ്രസിഡന്റിന് ഞങ്ങൾ ശാഖ സംരക്ഷിക്കാൻ പോയതിൻ്റെ ചരിത്രം പറഞ്ഞ് സ്വയം മേനി നടിക്കേണ്ടി വരും. നിങ്ങൾ നോക്കി ഈ ഫൈറ്റ് ആർക്കെതിരെയാണെന്നുള്ളതാണ് പ്രശ്നം. ഇപ്പം ഞങ്ങൾ വിദ്യാർത്ഥികളാണ്. അപ്പോൾ സ്വാഭാവികമായി രാജ്യത്തെ പ്രധാനപ്പെട്ടൊരു വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായി ഞങ്ങൾ പ്രവർത്തിക്കുന്നവരാണ്. പക്ഷേ രാജ്യത്തെയും കേരളത്തിലെയും SFIയുടെ ഒന്നാമത്തെ ഫൈറ്റ് ആർക്കെതിരാണ്? ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും ജനാധിപത്യബോധത്തെയും, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ചരിത്രബോധത്തെയും യുക്തിചിന്തയും ശാസ്ത്രബോധത്തെയും പോലും ഇല്ലാതാക്കാൻ വേണ്ടി വലിയ ഗൂഢപദ്ധതി തയ്യാറാക്കി ഈ രാജ്യത്തെ മനുഷ്യൻ്റെ മനസ്സുകളിലേക്ക് മതാന്ധതയും വർഗീയതയും ചരിത്രബോധമില്ലായ്മയും യുക്തിചിന്തായ്മയില്ലായ്മയും ഒക്കെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന RSS എന്ന് പറയുന്ന വലിയൊരു വിപത്തിനെതിരായിട്ടാണ് ഞങ്ങളുടെ ഫൈറ്റ്. ആ ഫൈറ്റിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിനുൾപ്പെടെ നിരായുധരായി നിൽക്കുക. വിദ്യാർത്ഥി സംഘടനകളും അങ്ങനെ തന്നെയാണെന്നേ. ഇപ്പോൾ UGC മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും അപകടകരമായിട്ടുള്ള തീരുമാനങ്ങൾ അവരുടെ തീരുമാനമാണ്. കരട് എന്നൊക്കെ അവർ പറയുകയാണ്, ഒന്നും മാറ്റാൻ പോകുന്നില്ല. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട് 2 വന്നു.
നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് തിരുത്തലുകൾ അയച്ചിട്ട് ഒറ്റൊന്നു പോലും പരിഗണിച്ചിട്ടില്ല. അപ്പോൾ അത് അംഗീകരിക്കുകയാണ് അതുപോലെ ചെയ്തത് NEP. അപ്പോൾ ഈ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ സർവകലാശാലകളെല്ലാം കാവ്യവൽക്കരിക്കാനും അതിന്മേൽ കൃത്യമായി അജണ്ടയോടുകൂടി ഇടപെടുന്ന ഇവർക്കെതിരെയുള്ള സമരരംഗത്തും ഈ വിദ്യാർത്ഥി സംഘടനകളൊന്നും എവിടെയും കാണുന്നില്ല. ഇവരുടെ ആകെ തുകയായിട്ടുള്ള കേരളത്തിലെ മുദ്രാവാക്യം എന്താ? അത് SFI വിരുദ്ധമായിട്ടുള്ളൊരു മുദ്രാവാക്യം മാത്രമാണ്. ആ വിദ്യാർത്ഥി, ഒരു ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയെ, പ്രത്യേകിച്ച് SFIയെ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന ഒരു കൂട്ടായ്മയാണിവർ. അതല്ലാതെ അവർക്കൊരു രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നില്ല. NEPക്കെതിരെ മുദ്രാവാക്യമില്ല. UGCയുടെ കരട് മാനദണ്ഡങ്ങൾ, അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ, അതിൻ്റെ തീരുമാനങ്ങൾ, അതുവഴി ഉണ്ടാകുന്ന ആപത്കരമായിട്ടുള്ള സ്ഥിതിവിശേഷം, അതിനെക്കുറിച്ചൊന്നും ഒരു പ്രശ്നവും അവർക്കില്ല, അതിനൊരു വ്യാകുലതകളുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു തരം കിട്ടിയാൽ ഏതെങ്കിലും ക്യാമ്പസിൽ SFI പരാജയപ്പെടുത്താൻ അവിടെ ഒരു ശക്തിയായി ABVP ഉണ്ടെങ്കിൽ അവരുമായി സന്ധി ചർച്ച നടത്തി SFI പരാജയപ്പെടുത്താൻ വേണ്ടി മുന്നിട്ടിറങ്ങും. അതൊക്കെ അവർ തയ്യാറാണ്. ഒരു പ്രശ്നമില്ല. അവർക്ക് പ്രത്യയശാസ്ത്രം പ്രശ്നമല്ല, അവരുടെ ഐഡിയോളജി പ്രശ്നമല്ല, അവരുടെ മുദ്രാവാക്യം പ്രശ്നമല്ല. ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അവർക്കെതിരെ ഇവർ നടത്തുന്ന കടന്നാക്രമം പോലും പ്രശ്നമല്ല എന്നുള്ളതാണ്.